ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ക്രിസ്പി ആയതും ഭയങ്കര ടേസ്റ്റോട് കൂടിയതുമായ ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല സ്വാദിഷ്ടമായ രീതിയിൽ കട്ട്ലറ്റ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോയോളം ചിക്കൻ ബോണോട് കൂടിയതാണ്. അല്പം നാരങ്ങ നീരൊക്കെ പുരട്ടി അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചിക്കൻ നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു പാകത്തിന് ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഉപ്പ് ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ അധികം വെള്ളം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ അടുപ്പി വെച്ച് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അത് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ഒന്ന് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് വേണം അത് അരിയാൻ. ഇനി നമുക്കൊരു 2 ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന് തൊലി ഒന്നും കളയാതെ തന്നെ ഒരു 4ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിൽ അല്പം ഉപ്പിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയണം. വെളിയിൽ നിന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ആ മേലിലുള്ള തോല് നന്നായിട്ട് ഉരിഞ്ഞു വരും. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നമ്മൾ കൈ വെച്ചോ ഇല്ല സ്മാഷർ വെച്ചോ ഇല്ല നമ്മുടെ തവിയുടെ മൂട് വെച്ചോ ഒക്കെ കട്ടകൾ ഉണ്ടാവരുത്. നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് ഉടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കൈ വെച്ചാണ് അത് ഉടച്ചത്. നല്ല വെന്തത് കൊണ്ട് നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ ചിക്കനെല്ലാം എടുത്ത് ആ ബോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ മാംസ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചൊന്നെടുക്കുക. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒരു അല്പം കഷ്ണങ്ങളായിട്ടും കിടക്കണം, എന്നാൽ ഒന്ന് പൊടിയും വേണം. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചായിട്ട് ഞാനത് മൊത്തം പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലാണ് പൊടിഞ്ഞിരിക്കേണ്ടത്. ഒത്തിരി പൊടിഞ്ഞു പോയാലും നമുക്ക് കട്ട്ലറ്റിൻ്റെ ആ ടേസ്റ്റ് പോവും. കട്ടകളായിട്ട് കിടന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മളൊരു 4-5 പല്ല് വെളുത്തുള്ളിയും ഒരു 4-5 പച്ചമുളകും ഒരു തുണ്ട് ഇഞ്ചിയും കൂടി ഇട്ട് അതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. അതും ഒരുപാട് അരഞ്ഞു പോകരുത്. വേണ്ട ഈ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റീഫൈൻഡ് ഓയിലോ ഏതെണ്ണയായിരുന്നാലും ഒഴിച്ചിട്ട് ആദ്യം ഈ ചതച്ച സാധനങ്ങൾ അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. അത് നല്ല ഒരു ബ്രൗൺ കളറായിട്ടൊന്ന് വതങ്ങണം. അപ്പോഴാണ് ആ കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമ്മൾ അതൊന്ന് വതക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ സവാള ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ സവാള നന്നായിട്ട് തീ കൂടി പോവരുത്. ഒരു മീഡിയം കൂടെ വേണ്ട, അതിലും കുറച്ച് വെച്ച് സവാളയുടെ അകമൊക്കെ നന്നായിട്ട് വേകണം. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് വതക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഉടച്ചു വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങില്ലേ, സ്മാഷ് ചെയ്ത് വെച്ചിരുന്നത്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സ്മാഷ് ചെയ്ത ഒരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് യോജിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ പൊടി, ആ മിക്സിയിൽ വെച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ ചിക്കൻ്റെ പൊടി, അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഉപ്പും കൂടെ ഒന്ന് നോക്കണേ. നമ്മൾ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വായിൽ വെച്ച് ഉപ്പ് കണക്കാണോ എന്നതും കൂടെ ഒന്ന് നോക്കിക്കണം. ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, ഇത് അല്പം തണുത്ത് വന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇളക്കുമ്പോഴായിരിക്കും അത് നന്നായിട്ടൊന്ന് യോജിക്കുക. പിന്നെ ഞാൻ അല്പം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മല്ലിയില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കട്ട്ലറ്റിൽ. അത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. മല്ലിയില തീർച്ചയായിട്ടും ഇടണം. മല്ലിയിലയും കൂടെ ഇട്ട് അല്പം തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് പോലെയൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി.
ഇപ്പോൾ അതേ നല്ല എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുത്തിട്ട് ഒരു 4 പീസ് ബ്രെഡ് മതിയാവും. ഇത്രയും ഒരു 1/2 കിലോയോളം ചിക്കന് ഞാനൊരു 4 പീസ് ബ്രെഡാണ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൂട്ട്, ആ ചിക്കൻ്റെ കൂട്ട് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതോ ആ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പിലെടുക്കാം. പിന്നെ ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവൽ ഷേപ്പിൽ ഉരുട്ടാം. ഇല്ല വേറെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഡിസൈൻ ഷേപ്പ് വേണമെങ്കിൽ ഏത് ഷേപ്പാണെങ്കിലും ആ ഷേപ്പിൽ ഉരുട്ടിയാൽ മതി. പക്ഷേ ഒരുപാടങ്ങ് കട്ടി കൂടി പോകാതെ അല്പം കട്ടി കുറവായിട്ട് തന്നെ ഉരുട്ടണം. പിന്നെ അകം വെന്ത് പോകത്തില്ല എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. കാരണം ഇത് ഓൾറെഡി എല്ലാം നമ്മൾ വേവിച്ചും വതക്കിയും ഒക്കെ എടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഉള്ളിയും ചിക്കനും ഒക്കെ നമ്മൾ വേവിച്ചാണ്. അപ്പം ഞാനിതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഏകദേശം ഒരു 1/2 കിലോ ചിക്കനിൽ നിന്ന് ഈ വലിപ്പത്തിലുള്ള ഒരു 18 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതല്പം വലിപ്പം ശകലം കൂടുതലാണ്. നിങ്ങൾക്കൊരല്പം കുറവ് വലിപ്പത്തിലാണെങ്കിൽ ഒരു 20-25 കട്ട്ലറ്റ് വരെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയുടെ വെള്ളയാണ്. വെള്ള മാത്രം പ്രത്യേകം മാറ്റിയിട്ട്, എനിക്ക് ആ മഞ്ഞയെന്നൊരല്പം അതിനകത്തോട്ട് വീണുപോയി, അതൊന്നും കുഴപ്പമില്ല. അതിലോട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലോറാണ്, ചോളമാവ്. ഒരു 2 ടേബിൾ സ്പൂൺ ചോളമാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചോ ഇല്ല സ്പൂൺ വെച്ചോ എന്ത് വെച്ചായിരുന്നാലും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സാക്കി ഒരു ക്രീമി ടെക്സ്ചറിലാവും ആ മുട്ടയുടെ. അത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവത്തിൽ നമ്മൾ ഉടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ട്ലറ്റുകളുണ്ടല്ലോ, അതെടുത്ത് ആദ്യം നമ്മൾ ആ മുട്ടയിലെ മിശ്രിതത്തിലോട്ട് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടി അതിന് മുകളിൽ മൊത്തം പിടിക്കുന്നത് പോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അവിടെ ഇവിടെയൊക്കെ പിടിക്കാതെ വരും. മേളിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മുങ്ങിയിരിക്കുന്നത് പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും നമുക്ക് തീ ഒത്തിരി കൂടിപ്പോകരുതേ. കൂടിപ്പോയാൽ ബ്രെഡിൻ്റെ പൊടികൾ പെട്ടെന്ന് അത് മൂക്കും. അതുകൊണ്ട് തീ ഒരു നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഒരുപാട് ചുവക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തീ കുറച്ച് വയ്ക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒരു ബ്രൗണിഷ് പരുവത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. അകമൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാം വെന്ത സാധനമാണ്. അതുകൊണ്ട് ഇനി അകം വേഗത്തില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. അത് കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കിയാൽ മതി. ഇതുപോലെ ഈ പരുവത്തിന് ഈ കളറൊക്കെ ആയി കിട്ടുന്നത് പോലെ മൂപ്പിച്ച് നമ്മൾ എടുക്കുക. തീ കൂടുന്നു മൂത്ത് പോകുന്നു എന്ന് കാണുകയാണെങ്കിൽ തീ കുറച്ചോളുക. പിന്നെയും അല്പം വേവ് കുറവായിട്ട് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അല്പം തീ കൂട്ടിക്കൊള്ളുക. ഇപ്പം കട്ട്ലറ്റ് എല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ക്രിസ്പി കട്ട്ലറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി എന്ത് ടേസ്റ്റാണെന്നറിയോ. നമുക്ക് വിലയും കുറവായിട്ട് നമ്മൾ ചിലവ് കുറവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കട്ട്ലറ്റുകളാണ്. അപ്പം ഇത് സോസൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ വളരെ രുചിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് രസിച്ച് കഴിക്കും. അപ്പം എനിക്ക് കണ്ടില്ലേ, ഒരു 18-20 കട്ട്ലറ്റ് വരെയാണ് എനിക്കിതിൽ കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലിപ്പം കുറവായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 കട്ട്ലറ്റ് വരെ നിങ്ങൾക്ക് കിട്ടും. ഇത് ഭയങ്കര ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല കട്ട്ലറ്റാണ്. നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.